എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് SCERT 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് നമ്മുടെ ഭരണഘടന എന്ന ചാപ്റ്ററുമായിട്ടാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും LD, CLGS, LPUP പരീക്ഷകൾക്ക് വരാൻ സാധ്യതയുള്ള വിവിധ ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് തന്നെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കുക. നമുക്ക് സമയം കളയാതെ തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എല്ലാവർക്കും അറിയായിരിക്കും, ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26. തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്രത്തലവനായുള്ള സംവിധാനമാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. റിപ്പബ്ലിക്കിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി രാഷ്ട്രത്തലവനായിട്ടുണ്ടാവും. നമുക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ഉണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്രത്തലവനായുള്ള സംവിധാനത്തെയാണ് നമ്മൾ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഭരണഘടനയുടെ പ്രഖ്യാപനമനുസരിച്ച് ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ പ്രസിഡന്റാണ്. ഭരണഘടനയുടെ പ്രഖ്യാപനമനുസരിച്ച് ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് പ്രസിഡന്റ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇന്ത്യയുടെ തലസ്ഥാന നഗരം ന്യൂഡൽഹി. ഇന്ത്യയുടെ തലസ്ഥാന നഗരം ന്യൂഡൽഹിയാണ്. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന അധികാര പ്രമാണമാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന. രാഷ്ട്രത്തിന്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്നത് ഏതിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ ഭരണഘടനയിൽ നിന്നാണ്. രാഷ്ട്രത്തിന്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്നത് ഏതിൽ നിന്നാണ്? നമ്മുടെ ഭരണഘടനയിൽ നിന്നാണ്. രാഷ്ട്രത്തിൽ ഭരണം നടത്തുന്നതിന്റെ അടിസ്ഥാനം ഭരണഘടനയാണ്. അപ്പൊ ഇന്ത്യയിൽ ഭരണം നടത്തുന്നതിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? അത് ഭരണഘടനയാണ് എന്നാണ് പറയാൻ പറ്റുക. രാഷ്ട്രത്തിൽ ഭരണം നടത്തുന്നതിന്റെ അടിസ്ഥാനം ഭരണഘടനയാണ്. ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിക്കുന്നതിനായിട്ട് എടുത്ത സമയം എന്ന് പറയുന്നത് 2 വർഷം 11 മാസം 17 ദിവസം. 14 ദിവസം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് 3 വർഷം എന്ന് പഠിച്ചാൽ മതിയായിരുന്നു. എന്നാൽ 3 വർഷത്തിൽ നിന്ന് 2 ആഴ്ച കുറച്ചു എന്നുള്ളതെങ്കിലും പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഇന്ത്യയുടെ ഭരണഘടന രൂപീകരണത്തിനായിട്ട് എടുത്ത സമയം 2 വർഷം 11 മാസം 17 ദിവസം. ഇന്ത്യയുടെ ഭരണഘടനാ രൂപീകരണത്തിനായി എടുത്ത സമയം 2 വർഷം 11 മാസം 17 ദിവസം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ അതിലുണ്ടായിരുന്നത് ആദ്യം ഉള്ളടക്കമുണ്ട്, ആമുഖങ്ങളുണ്ട്. ആമുഖമുണ്ട്. 395 അനുച്ഛേദങ്ങളാണ് ഉണ്ടായിരുന്നത്. 8 പട്ടികകളാണ് ഉണ്ടായിരുന്നത്. 22 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ എണ്ണം ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ അനുച്ഛേദങ്ങളുടെ എണ്ണം 395. പട്ടികകൾ 8 പട്ടികകളാണ് ഉണ്ടായിരുന്നത്. ഭാഗങ്ങൾ 22 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമ്മൾ ആമുഖത്തിന്റെ കുറച്ച് പ്രത്യേകതകളാണ് നോക്കാൻ പോകുന്നത്. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന വാചകത്തോടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും താക്കോലും ഭരണഘടനയുടെ താക്കോലുമെന്ന് ആമുഖം അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും ഭരണഘടനയുടെ താക്കോലുമെന്ന് ആമുഖം അറിയപ്പെടുന്നു. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം തുടങ്ങി പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങൾ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഭരണഘടനയുടെ ഉദ്ദേശവും ലക്ഷ്യവും ആമുഖത്തിൽ വ്യക്തമായും കൃത്യമായും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭരണഘടനയുടെ ഉദ്ദേശവും ലക്ഷ്യവും ആമുഖത്തിൽ കൃത്യമായും വ്യക്തമായും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 1976 ഭരണഘടന 42 ഭേദഗതി ആക്ട് 2 വകുപ്പ് പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിനു പകരം ആമുഖത്തിൽ പരമാധികാര സ്ഥിതിസമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ഓർഡർ പസോമ ജെറി എന്നോർത്തു വെച്ചാൽ മതി. ഈ ഒരു ഓർഡർ ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. 1976 ഭരണഘടന 42 ഭേദഗതി ആക്ട് 2 വകുപ്പ് പ്രകാരം രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിനു പകരം ആമുഖത്തിൽ രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നുകൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നുള്ളതും അവിടെ ഓർത്തിരിക്കുക. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് 1949 ഡിസംബർ 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26 ഭരണഘടനാ ദിനം അല്ലെങ്കിൽ നിയമദിനം എന്നറിയപ്പെടുന്നത് നവംബർ 26 അത് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസമാണ്. ഇന്ത്യയിൽ ഭരണഘടനാ ദിനം അത് ജനുവരി 26 നവംബർ 26 എന്നുള്ളത് കൃത്യമായിട്ട് ഓർക്കണം. ഭരണഘടനാ ദിനമെന്നും അതുപോലെ നിയമദിനമെന്നും ചോദിച്ചു കഴിഞ്ഞാൽ അത് നവംബർ 26 എന്നുള്ളത് കൃത്യമായിട്ട് ഓർക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതി തയ്യാറാക്കിയത് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ലക്ഷ്യങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കണം എന്നുള്ളതേ ഉള്ളൂ. ആദ്യം പരമാധികാരം എന്ന ആശയമാണ്. അത് ബാഹ്യവും ആഭ്യന്തരവുമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് രാഷ്ട്രത്തിനുള്ള അധികാരം. രാഷ്ട്രത്തിന് ബാഹ്യമായിട്ടുള്ളതും ആഭ്യന്തരമായിട്ടുള്ളതുമായ കാര്യങ്ങളിൽ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട്. സ്ഥിതി സമത്വം സമൂഹത്തിലെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സാമൂഹിക നീതി ഉറപ്പാക്കുക എന്നതാണ് സ്ഥിതിസമത്വം എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിലെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സാമൂഹ്യനീതി ഉറപ്പാക്കുന്നു. ഇനി മതേതരത്വം എന്നുള്ള ആശയമാണ്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശം. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കില്ല. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. അതാണ് മതേതരത്വം എന്ന് പറഞ്ഞിട്ടുള്ള ആശയം. ഒന്നുകൂടി വായിച്ചു നോക്കാം. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശം. അതേപോലെ രാഷ്ട്രം ഒരു മതത്തോടും എന്ത് ചെയ്യില്ല, വിവേചനം കാണിക്കില്ല. രാഷ്ട്രത്തിന് ഔദ്യോഗികമായിട്ട് ഒരു മതവുമില്ല എന്നുള്ളതാണ് മതേതരത്വം എന്ന ആശയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ജനാധിപത്യം എന്നുള്ള ആശയമാണ്. ജനാധിപത്യത്തിനെ കുറിച്ച് പറയുമ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെ ഭരണം നടക്കുന്നു എന്നുള്ളതാണ് ജനാധിപത്യം എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി റിപ്പബ്ലിക് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ രാഷ്ട്രത്തലവനെ തിരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു റിപ്പബ്ലിക് രാഷ്ട്രമായിട്ട് പറയാം. ഇതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള വിവിധ ആശയങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകളാണ് നമ്മൾ നോക്കുന്നത്. പാർലമെന്ററി ഭരണ സമ്പ്രദായമാണ്. മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൗലിക കർത്തവ്യങ്ങളുണ്ട്. നിർദ്ദേശക തത്വങ്ങളുണ്ട്. നിയമവാഴ്ചയുണ്ട്. പിന്നെ സംയുക്ത വ്യവസ്ഥയാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന എഴുതപ്പെട്ട ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇന്ത്യക്ക് ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ കൂടിയുണ്ട് എന്നുള്ളതും നമുക്കറിയാം. ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. അതറിയപ്പെടുന്നത് പാർലമെന്ററി ഭരണ സംവിധാനം എന്നാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനം അറിയപ്പെടുന്നത് പാർലമെന്ററി ഭരണ സമ്പ്രദായം എന്നാണ്.
ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനം അറിയപ്പെടുന്നത് പാർലമെന്ററി ഭരണ സമ്പ്രദായം. രാജ്യത്തിനു വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ ചേർന്ന് ഒരു ജനപ്രതിനിധി സഭയായി പ്രവർത്തിക്കുന്നു. ഈ പ്രതിനിധി സഭ അറിയപ്പെടുന്നത് പാർലമെന്റ് എന്നാണ്. രാജ്യത്തിനു വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ ചേർന്ന് ഒരു ജനപ്രതിനിധി സഭയായിട്ട് പ്രവർത്തിക്കും. ഈ ജനപ്രതിനിധി സഭ അറിയപ്പെടുന്നത് പാർലമെന്റ് എന്നാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. പാർലമെന്റിന്റെ പ്രധാന ചുമതല നിയമനിർമ്മാണമാണ്. പാർലമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് നിയമനിർമ്മാണമാണ്. പാർലമെന്റിന്റെ പ്രധാന ചുമതല നിയമനിർമ്മാണം. ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്ന സംവിധാനം അറിയപ്പെടുന്നത് പ്രസിഡൻഷ്യൽ സമ്പ്രദായം എന്നാണ്. അമേരിക്കയിലൊക്കെ ഈ തരത്തിലുള്ള പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ് നിലവിലുള്ളത്. ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലവിലുള്ള രാജ്യങ്ങളാണ് അമേരിക്കൻ ഐക്യനാടുകളും ഫ്രാൻസുമൊക്കെ. പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലവിലുള്ള രാജ്യങ്ങളാണ് അമേരിക്കൻ ഐക്യനാടുകൾ, ഫ്രാൻസ് തുടങ്ങിയവ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ എണ്ണം 6 ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 6 മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് തരുന്നത്. ജനാധിപത്യത്തിന്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ജനാധിപത്യത്തിന്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന അവകാശങ്ങളെ നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നു. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ പൗരന് സമീപിക്കാവുന്നത് ഹൈക്കോടതിയെയും സമീപിക്കാം, അതേപോലെ സുപ്രീം കോടതിയെയും നമുക്ക് സമീപിക്കാം. ഇപ്പോൾ ഞാനൊരു പൗരനാണ്, എൻ്റെ മൗലികാവകാശം റദ്ദ് ചെയ്യപ്പെടുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എറണാകുളത്തുള്ള സുപ്രീം കോടതിയെയും സമീപിക്കാം, അതേപോലെ തന്നെ എനിക്ക് വേണമെങ്കിൽ ഡൽഹിയിലുള്ള സുപ്രീം കോടതിയെയും സമീപിക്കാം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്: സമത്വത്തിനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്, ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശമുണ്ട്, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശമുണ്ട്, ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരത്തിനുള്ള അവകാശം കൂടിയുണ്ട്. ഈ 6 അവകാശങ്ങളെയാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എന്ന മൗലികാവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 21A. ഈ ചോദ്യങ്ങളെല്ലാം PSCക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് നിങ്ങളിത് പഠിച്ചു പോകേണ്ടത് നിർബന്ധമാണ്. ഇപ്പോൾ 6 മുതൽ 14 വയസ്സ് വരെ എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എന്ന മൗലികാവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 21A എന്ന് പറയുന്നത് എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ള രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുവാനുള്ള സർക്കാർ പദ്ധതികളിൽ പ്രധാനപ്പെട്ടതാണ് SSA എന്നുള്ളത്. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ള രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുവാനുള്ള സർക്കാർ പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് SSA അഥവാ സർവശിക്ഷാ അഭിയാൻ. സർവശിക്ഷാ അഭിയാന്റെ ആപ്തവാക്യമാണ് സർവരും പഠിക്കുക, സർവരും വളരുക എന്നുള്ളത്. സർവരും പഠിക്കുക, സർവരും വളരുക എന്നുള്ളത് സർവശിക്ഷാ അഭിയാന്റെ ആപ്തവാക്യമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഭരണഘടനയിൽ ഓരോ പൗരനും ഉറപ്പായി നിറവേറ്റേണ്ട കർത്തവ്യങ്ങൾ അറിയപ്പെടുന്നത് മൗലിക കർത്തവ്യങ്ങൾ എന്നാണ്. ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ മൗലിക കർത്തവ്യങ്ങൾ എന്നുള്ളതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള ഓരോ പൗരനും ഉറപ്പായി നിറവേറ്റേണ്ട കർത്തവ്യങ്ങൾ എഴുതിയിരിക്കുന്ന ഒരു രേഖയാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. രാഷ്ട്രഭരണത്തിനുള്ള നിർദ്ദേശങ്ങളായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം തത്വങ്ങളെയാണ് നമ്മൾ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. രാഷ്ട്ര ഭരണത്തിനുള്ള നിർദ്ദേശങ്ങളായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം തത്വങ്ങളെയാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. ഭരണഘടനയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാന നിർദ്ദേശക തത്വങ്ങൾ നമുക്ക് അടുത്തതായിട്ടൊന്ന് നോക്കാം.
സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം. രാജ്യത്തെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കുക. രാജ്യത്തെ വനങ്ങളെയും ജീവികളെയും പരിരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കുക. ദേശീയ പ്രാധാന്യവും ചരിത്രപരമായ മൂല്യവുമുള്ള എല്ലാ സ്മാരകങ്ങളും സംരക്ഷിക്കുക. ദേശീയ പ്രാധാന്യവും ചരിത്രപരമായ മൂല്യവുമുള്ള എല്ലാ സ്മാരകങ്ങളും സംരക്ഷിക്കുക. സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ നീതിയിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിനു കൊണ്ട് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക. സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുത്തുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായിട്ട് കോടതിയെ നമുക്ക് സമീപിക്കാൻ കഴിയില്ല. നിർദ്ദേശക തത്വങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കിയിട്ടില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു കോടതിയിൽ പോവാൻ പറ്റില്ല. നിയമവാഴ്ച അതിന്റെ പരിഷ്കൃതവും ആധുനികവുമായ രൂപത്തിൽ വികസിച്ചു വരുന്നത് ഏത് ഭരണഘടനയെ അടിസ്ഥാനമാക്കിയിട്ടാണ്? ബ്രിട്ടീഷ് ഭരണഘടനയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. നിയമവാഴ്ച അതിന്റെ പരിഷ്കൃതവും ആധുനികവുമായ രൂപത്തിൽ വികസിച്ചു വരുന്നത് ഏത് ഭരണഘടന അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് ഭരണഘടന അടിസ്ഥാനമാക്കിയിട്ടാണ്. നിയമവാഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിയമത്തിനു മുന്നിൽ എല്ലാവരും സമന്മാരാണ്. നിയമവാഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിയമത്തിനു മുന്നിൽ എല്ലാവരും സമന്മാരാണ്. പിന്നെ അതുകൂടാതെ ജനാധിപത്യ സംവിധാനത്തിൽ ആരും നിയമത്തിന് അതീതരല്ല, എല്ലാവരും നിയമത്തിന് വിധേയമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ആരും നിയമത്തിന് അതീതരല്ല, എല്ലാവരും നിയമത്തിന് വിധേയരാണ് എന്നുള്ളത് കൂടെ അവിടെ അറിഞ്ഞിരിക്കണം. ഇനി ഭക്ഷ്യസുരക്ഷാ ബിൽ പാർലമെന്റ് അംഗീകരിച്ച വർഷം 2013. ഭക്ഷ്യസുരക്ഷാ ബില്ല് പാർലമെന്റ് അംഗീകരിച്ച വർഷം 2013. ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ ലക്ഷ്യം ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗത്തിനും ഭക്ഷ്യലഭ്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗത്തിനും ഭക്ഷ്യലഭ്യത ഉറപ്പുവരുത്തുക. കേന്ദ്ര, സംസ്ഥാന, പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അധികാരം പങ്കിട്ട് നൽകുന്ന ഭരണരീതി അറിയപ്പെടുന്നത് സംയുക്ത ഭരണവ്യവസ്ഥ അഥവാ ഫെഡറൽ സിസ്റ്റം എന്നാണ്. കേന്ദ്ര, സംസ്ഥാന, പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അധികാരം പങ്കിട്ട് നൽകുന്ന ഭരണരീതി അറിയപ്പെടുന്നത് സംയുക്ത ഭരണവ്യവസ്ഥ അഥവാ ഫെഡറൽ സിസ്റ്റം എന്നാണ്. എല്ലാ അധികാരവും കേന്ദ്ര ഗവൺമെന്റിൽ നിലനിർത്തുകയാണെങ്കിൽ അത്തരം ഭരണരീതി അറിയപ്പെടുന്നത് ഏകായതാ ഭരണരീതി എന്നാണ്. എല്ലാ അധികാരവും കേന്ദ്ര ഗവൺമെന്റിൽ നിലനിർത്തുകയാണെങ്കിൽ അത്തരം ഭരണരീതി അറിയപ്പെടുന്നത് ഏകായതാ ഭരണരീതി അഥവാ യൂണിറ്ററി സിസ്റ്റം എന്നാണ്. ലോകത്തിൽ കാണപ്പെടുന്ന 2 തരത്തിലുള്ള ഭരണഘടനകളാണ് എഴുതപ്പെട്ട ഭരണഘടന, പിന്നെ എഴുതപ്പെടാത്ത ഭരണഘടന. ലോകത്തിൽ കാണപ്പെടുന്ന 2 തരത്തിൽ ഭരണഘടനകൾ വിവിധ രാജ്യങ്ങൾക്കായിട്ട് നമ്മൾ കാണാറുണ്ട്. അതിലൊന്ന് എഴുതപ്പെട്ട ഭരണഘടനയാണ്, രണ്ടാമത്തത് എഴുതപ്പെടാത്ത ഭരണഘടനയാണ്. എഴുതപ്പെടാത്ത ഭരണഘടന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പുസ്തക രൂപത്തിൽ തയ്യാറാക്കപ്പെടാത്ത ഒരു രേഖ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ എഴുതപ്പെട്ട ഭരണഘടനയാണ്, പുസ്തക രൂപത്തിൽ തയ്യാറാക്കപ്പെട്ട ഒരു രേഖയാണ് ഇന്ത്യക്കൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ എഴുതപ്പെടാത്ത ഭരണഘടന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പുസ്തക രൂപത്തിൽ തയ്യാറാക്കപ്പെടാത്ത ഒരു രേഖയാണ് എന്നുള്ളത് അവിടെ മനസ്സിലാക്കുക. എഴുതപ്പെടാത്ത ഭരണഘടനകളിൽ ഭരണഘടനാപരമായ നിയമങ്ങൾ, ചട്ടങ്ങൾ മുതലായവ, രാജശാസനകൾ, കോടതി വിധികൾ, ആചാരങ്ങൾ, കീഴ്വഴക്കങ്ങൾ എന്നീ രൂപങ്ങളിലൊക്കെ നിലകൊള്ളാറുണ്ട് എന്നുള്ളതും അവിടെ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എഴുതപ്പെടാത്ത ഭരണഘടനകളിൽ ഭരണഘടനാ പ്രകാരമുള്ള നിയമങ്ങൾ, ചട്ടങ്ങൾ മുതലായവ, രാജശാസനങ്ങൾ, കോടതി വിധികൾ, ആചാരങ്ങൾ, കീഴ്വഴക്കങ്ങൾ എന്നീ രൂപങ്ങളിലാണ് നിലകൊള്ളാറുള്ളത്. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ.
പൗരന്മാർക്കുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനമാണ് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനമാണ് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ ഒരു നീതിന്യായ വ്യവസ്ഥയുടെ പ്രധാന ചുമതലകൾ കുറ്റവാളികളെ സൃഷ്ടിക്കൽ, നിയമസംരക്ഷണം ഉറപ്പുവരുത്തൽ എന്നിവയാണ്. നീതിന്യായ വ്യവസ്ഥയുടെ പ്രധാന ചുമതലകൾ കുറ്റവാളികളെ ശിക്ഷിക്കലും നിയമസംരക്ഷണം ഉറപ്പുവരുത്തലുമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയാണ്. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏത് എന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോടതി. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഹൈക്കോടതിയാണ്. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതിയാണ് എന്നുള്ളത് തിരിച്ചറിയൽ. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതി. ജില്ലാതലത്തിലുള്ള കേസുകൾ പരിശോധിക്കുന്ന കോടതി ജില്ലാ കോടതി. ജില്ലാ കോടതി. ജില്ലാതലത്തിൽ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്ന കോടതിയാണ് ജില്ലാ കോടതി. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതിയാണ് മുൻസിഫ് കോടതി. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി മുൻസിഫ് കോടതിയാണ്. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി മുൻസിഫ് കോടതി. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന താഴ്ന്ന കോടതി മജിസ്ട്രേറ്റ് കോടതിയാണ്. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന താഴ്ന്ന കോടതി മജിസ്ട്രേറ്റ് കോടതി. ഭരണഘടനയിലെ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലും അറിയപ്പെടുന്നത് ഭരണഘടനാ ഭേദഗതി എന്നാണ്. ഭരണഘടനയിലെ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും നമ്മൾ അറിയപ്പെടുക ഭരണഘടനാ ഭേദഗതി എന്നാണ്. വിദ്യാഭ്യാസ അവകാശം മൗലികാവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ അവതരിപ്പിച്ച വർഷം 2002 വിദ്യാഭ്യാസ അവകാശം മൗലികാവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ അവതരിപ്പിച്ച വർഷം 2002. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് ഒഴിവാക്കിയ ഭേദഗതി 44. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് ഒഴിവാക്കിയ ഭേദഗതി 44. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും വരുന്ന ചോദ്യങ്ങൾ. ഏകദേശം 61 ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഒരു ചാപ്റ്ററുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സ്പീഡ് കൂടുന്നുണ്ടോ സ്പീഡ് കുറവാണോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അങ്ങനെയാണ് എനിക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂട്ടുകാർക്ക് കൂടെ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ. ഹാവ് എ നൈസ് ഡേ.